ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തിൽ സഭയെ നയിക്കാൻ പോപ്പ് സ്ഥാനത്തേക്ക് ഇനി ആരാണ് വരിക എന്ന വലിയ ചോദ്യത്തിലാണ് ലോകമെമ്പാടുമുള്ള സഭാവിശ്വാസികൾ. ഫ്രാൻസിസ് പാപ്പയിൽ നിറഞ്ഞ ക്രിസ്തു സ്നേഹം, ദൈവിക കരുണ സഭയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ലോകമെമ്പാടുമുള്ള എല്ലാ മനുഷ്യരിലേക്കും ഒഴുകി എന്നതിനാൽ സഭയ്ക്ക് പുറത്തും സഭയിലും ഒരുപോലെ ഉയരുന്ന ചോദ്യം ഇതാണ്: ആരാണ് പോപ്പ് ഫ്രാൻസിസിന് പകരക്കാരനാകുക? അതുകൊണ്ട് തന്നെ കോൺക്ലേവ് എത്രയും വേഗം നടന്നു കാണാൻ ലോകം മുഴുവനുമുള്ള മനുഷ്യർ അക്ഷമരായി കാത്തിരിക്കുന്നു. കോൺക്ലേവ് എപ്പോൾ നടക്കും, കോൺക്ലേവിൻ്റെ ഫലം എന്തായിരിക്കും, അങ്ങനെ തുടങ്ങി ഇപ്പോൾ എല്ലാവരുടെയും സംസാരം കോൺക്ലേവിനെ കുറിച്ചാണ്. കോൺക്ലേവിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അത് വളരെ രസാവഹമാണ്. രസാവഹം എന്നതിനേക്കാൾ ഏറെ കൗതുകകരമാണ്. ആദ്യത്തെ മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പരമ്പരാഗതമായി പറയപ്പെടുന്നത് പത്രോസ് ഉൾപ്പെടെയുള്ളവർ, പത്രോസാണല്ലോ ആദ്യത്തെ പോപ്പ്, അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ പിൻഗാമികളെ തെരഞ്ഞെടുത്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ മുന്നോട്ട് പോയപ്പോൾ ആ രീതിക്ക് സഭയിൽ വേണ്ടത്ര സപ്പോർട്ട് ലഭിച്ചില്ല. പിന്നീട് പോപ്പിൻ്റെ നിയമനം സാധാരണ മെത്രാന്മാരുടെ തെരഞ്ഞെടുപ്പ് പോലെ ആയി. അതായത് ആ സ്ഥലത്തെ വൈദികർ അടുത്തുള്ള ബിഷപ്പിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന് ആ സ്ഥലത്തെ മെത്രാനെ തിരഞ്ഞെടുക്കുന്ന രീതി, ആ രീതി മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൽ വരാൻ തുടങ്ങി. അതായത് അടുത്തുള്ള ബിഷപ്സ് എല്ലാവരും ചേർന്ന് റോമിൻ്റെ ബിഷപ്പിനെ തിരഞ്ഞെടുക്കുന്ന, പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന രീതി വന്നു. അത് ദൈവജനം സ്വീകരിക്കുകയും സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണ് 217 സ്കിസം ഉണ്ടായത്. പിന്നീട് ആൻറ്റി പോപ്സ് ഉണ്ടാകുന്നു, അതൊക്കെ വേറൊരു ചരിത്രം. 4-ാം നൂറ്റാണ്ടിൽ എംപറർ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിറ്റി ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം തന്നെ മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനം അസ്യൂം ചെയ്തു. മിക്കവാറും ഇലക്ഷൻ്റെ പ്രസിഡന്റ് എംപറർ തന്നെ ആകുന്ന രീതിയിലേക്ക് വന്നു. പിന്നീട് അദ്ദേഹം പലപ്പോഴും കാൻഡിഡേറ്റ്സിനെ നിർദ്ദേശിക്കാനും അതിൽ നിർബന്ധം പിടിക്കാനും തുടങ്ങി. 6-ാം നൂറ്റാണ്ടിൽ ബൈസൈൻറ്റൈൻ എംപറർ ജസ്റ്റൈൻ ഫസ്റ്റ് അദ്ദേഹം നിർബന്ധമായും പറഞ്ഞു, തിരഞ്ഞെടുക്കപ്പെടുന്ന മാർപ്പാപ്പ ഒരിക്കലും രാജാവിൻ്റെ അംഗീകാരമില്ലാതെ അഭിഷിക്തനായി പ്രഖ്യാപിക്കപ്പെടാൻ പാടില്ല. 10-ാം നൂറ്റാണ്ടിലും 11-ാം നൂറ്റാണ്ടിലുമൊക്കെ രാജാക്കന്മാരെ തന്നെ മാർപ്പാപ്പമാരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന രീതി വന്നിരുന്നു. അതായത് എംപറേഴ്സ് തന്നെ മാർപ്പാപ്പമാരെ അപ്പോയിൻറ്റ് ചെയ്യും. ഓട്ടോ ഒന്നാമൻ, ഹെൻറി മൂന്നാമനുമൊക്കെ മാർപ്പാപ്പമാരെ അപ്പോയിൻറ്റ് ചെയ്ത എംപറേഴ്സാണ്. 11-ാം നൂറ്റാണ്ടിൽ സഭയിൽ വലിയ റിഫോർമേഷൻ നടക്കുന്ന സമയമാണ്. പേപ്പൽ എലക്ഷൻ രീതികളിലും ആ ഇലക്ഷൻ്റെ രീതികളിലും മാറ്റമുണ്ടായി. 11-ാം നൂറ്റാണ്ടിൽ നിക്കോളാസ് രണ്ടാമൻ മാർപ്പാപ്പയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പേപ്പൽ ഇലക്ഷൻ്റെ രീതികളെ റീഫോം ചെയ്തുകൊണ്ട് ഒരു ഡിഗ്രി പുറപ്പെടുവിച്ചു, ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എംപറേഴ്സിനുള്ള റോൾ അദ്ദേഹം കുറച്ചു കളഞ്ഞു. ഇലക്ഷൻ നടത്തുന്നത് കർദിനാൾസ് ബിഷപ്സിൻ്റെ സഹായത്തോടെ, അതായത് ഏറ്റവും ഹൈ റാങ്കുള്ള കർദിനാൾസ് ഒരുമിച്ച് കൂടി മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നു. അതിനെ വളരെ പ്രധാനപ്പെട്ട പ്രീസ്റ്റും ഡീക്കൻസും ദൈവജനവും അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു രീതിയിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നു. ഇതൊക്കെ സംഭവിച്ചിട്ടും 12-ാം നൂറ്റാണ്ടിലെ പേപ്പൽ ഇലക്ഷൻ ഭയങ്കര കോളിളക്കം സൃഷ്ടിക്കുന്ന കാര്യങ്ങളായി മാറി. 12-ാം നൂറ്റാണ്ടിൽ, അതായത് 1130കളിലും 1160കളിലും 70കളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സ്കിസത്തിലേക്ക് നയിച്ച് പിന്നീട് അത് റൈബൽ പോപ്സിന് കാരണമായി. അതായത് റൈബൽ പോപ്സിനെ സൃഷ്ടിച്ചു, ആൻറ്റി പോപ്സിനെ സൃഷ്ടിച്ചു. ഇതിനുശേഷം തേർഡ് ലാറ്ററൻ കൗൺസിൽ, അതായത് 3-ാം ലാറ്ററൻ കൗൺസിൽ 1179 ഒരു തീരുമാനമെടുത്തു. ഇനി മുതൽ കർദിനാൾമാരായിരിക്കും തെരഞ്ഞെടുപ്പിന് അവകാശമുള്ളത്. അതായത് എല്ലാ കർദിനാൾമാരും തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുമെന്ന്, ഒപ്പം തെരഞ്ഞെടുക്കപ്പെടുവാൻ 2/3 ഭൂരിപക്ഷവും ഉണ്ടാവണമെന്ന് തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും വീണ്ടും പ്രതിസന്ധികളുണ്ടായി. ഇവിടെയെല്ലാം ചൂണ്ടിക്കാട്ടപ്പെട്ടത് മനുഷ്യൻ്റെ ദൗർബല്യങ്ങളും ദൈവത്തിൻ്റെ പരമാധികാരവുമായിരുന്നു. സഭ ഒത്തിരി അപജയങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. 1265 മുതൽ 1268 വരെ ഉള്ള കാലഘട്ടം ക്ലെമൻ നാലാമനായിരുന്നു സഭയുടെ മാർപ്പാപ്പ. ഈ കാലഘട്ടത്തിൽ 1268 അദ്ദേഹത്തിൻ്റെ കാലശേഷം ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം വന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്നറിയില്ല, അന്ന് ലോക്കൽ മജിസ്ട്രേറ്റ്, വോട്ടവകാശമുള്ള കർദിനാൾമാരെ എപ്പിസ്കോപ്പൽ പ്ലേസിൽ, അതായത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടുന്ന ആ സ്ഥലത്ത് പൂട്ടിയിട്ട് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നത് വരെ മേൽക്കൂര മാത്രം തുറന്ന് അതുവഴി അവർക്ക് ബ്രെഡും വെള്ളവും തുടങ്ങി ഭക്ഷണ സാധനങ്ങൾ കൊടുത്ത് കഴിഞ്ഞ ഒരു നീണ്ട കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒടുവിലാണ് ഗ്രിഗറി 10ാമനെ തിരഞ്ഞെടുക്കുന്നത്. ഓർക്കണം, 68-ന് ശേഷം കുറച്ച് നാൾ ഈ പ്രതിസന്ധി നിലനിന്നു. അതായത് 1268 ക്ലെമൻ നാലാമൻ മാർപ്പാപ്പയുടെ കാലശേഷം അടുത്ത മാർപ്പാപ്പയായി ഗ്രിഗറി 10ാമൻ ആ സ്ഥാനത്തേക്ക് വരുന്നത് 1271 ഏതാണ്ട് 3 വർഷത്തോളം ഗ്യാപ്പ് വന്നു എന്നർത്ഥം. പിന്നീട് 1271 മുതൽ 1276 വരെ അദ്ദേഹം സഭയുടെ മാർപ്പാപ്പയായി. 1274 സെക്കൻഡ് ലിയോൺ കൗൺസിൽ ഗ്രിഗറി മാർപ്പാപ്പയാണ് മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കാൻ ഒരു അടച്ച മുറിയിൽ കർദിനാൾമാർ ഒരുമിച്ച് കൂടണമെന്നും അതിന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും പ്രഖ്യാപിച്ചത്. അപ്പോൾ കോൺക്ലേവ് എന്നർത്ഥമുള്ള ഈ കാര്യങ്ങൾ ആരംഭിക്കുന്നത് ഈ ലിയോൺ കൗൺസിലിന് ശേഷമാണ്. ഇനി 1294 വന്ന ബൊനിഫേസ് 8ാമൻ മാർപ്പാപ്പ ഗ്രിഗറി മാർപ്പാപ്പയുടെ ഈ പ്രഖ്യാപനം ക്യാനൻ ലോയുടെ ഭാഗമാക്കി മാറ്റാൻ നിർദ്ദേശിച്ചു. ഇങ്ങനെ ഗ്രിഗറി മാർപ്പാപ്പയുടെ നവീകരണ പ്രക്രിയയ്ക്ക് ശേഷവും
പേപ്പൽ ഇലക്ഷന് അതിൻ്റേതായ ഭാരങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 14-ാം നൂറ്റാണ്ടിൽ പോലും ഈ ഭാരങ്ങൾ നിലനിന്നിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 1378 നടന്ന വെസ്റ്റേൺ സ്കിസമാണ്. അന്ന് സംഭവിച്ചത് കർദിനാൾമാരുടെ 2 ഗ്രൂപ്പുകൾ റൈബൽ പോപ്സിനെ എലക്ട് ചെയ്തു. അതായത് ഒരു ഗ്രൂപ്പ് അവിഞ്ഞോണിൽ, ഫ്രാൻസിലെ അവിഞ്ഞോണിൽ താമസിച്ചുകൊണ്ടും മറ്റൊരു ഗ്രൂപ്പ് റോമിൽ താമസിച്ചുകൊണ്ടും ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തു. ഇനി ഇവർ രണ്ടിലും പെടാതെ മറ്റൊരു ഗ്രൂപ്പും അവിടെ ഉണ്ടായി. അവർ 1409 ഇറ്റലിയിലെ പീസയിൽ താമസിച്ചുകൊണ്ട് മൂന്നാമതൊരു പോപ്പിനെ കൂടി തിരഞ്ഞെടുത്തു. ഈ വിഭാഗീയത ഉണ്ടാക്കിയ വലിയ സംഘർഷങ്ങളുടെ വലിയൊരു ഭാഗം 1414 കൂടിയ കോൺസ്റ്റൻസ് കൗൺസിലിൽ പരിഹരിക്കപ്പെട്ടു. അവിഞ്ഞോണിയിൽ ഒത്തുകൂടിയ കർദിനാൾമാർ തിരഞ്ഞെടുത്ത ബെനഡിക്ട് 13-നെയും പിസ കർദിനാൾസ് തിരഞ്ഞെടുത്ത ജോൺ 23-നെയും തള്ളിക്കളഞ്ഞു. അവരെ ആൻറ്റി പോപ്സ് എന്ന് വിളിച്ചു. ഈ സാഹചര്യത്തിൽ ഗ്രിഗറി 12-ാമൻ സ്ഥാനത്യാഗം ചെയ്തു. ആ സ്ഥാനത്തേക്ക് മാർട്ടിൻ 5-ാമൻ മാർപ്പാപ്പ നിയോഗിക്കപ്പെട്ടു. മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പിൻ്റെ നിയമങ്ങൾ 16-17 നൂറ്റാണ്ടിൽ കുറച്ചുകൂടി വ്യക്തമാക്കപ്പെട്ടു. പയസ് 4-ാമൻ 1559 മുതൽ 65 വരെ സഭയെ നയിച്ചു. ആ കാലയളവിൽ പയസ് 4-ാമൻ ചെയ്തൊരു കാര്യമാണ്, ഗ്രിഗറി 10-ാമൻ്റെ കാലഘട്ടം മുതൽ കോൺക്ലേവുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ പരിഷ്കരണങ്ങളും ക്രോഡീകരിച്ചു. അവയെ പഠിച്ച് അതിലൊരു പൂർണ്ണത വരുത്തി. 1591 ഗ്രിഗറി 14-ാമൻ മാർപ്പാപ്പ പോപ്പുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വാതുവെപ്പുകളും ബെറ്റുകളുമൊക്കെ എക്സോ കമ്മ്യൂണിക്കേഷൻ അഥവാ സഭയിൽ നിന്ന് പുറത്താക്കുന്നതിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റമായി പ്രഖ്യാപിച്ചു. പിന്നീട് വന്ന ഗ്രിഗറി 15-ാമൻ പാപ്പ കോൺക്ലേവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾക്ക് ഒരു പൂർണ്ണ രൂപം ഉണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം കോൺക്ലേവിൻ്റെ പ്രൊസീജിയർ കുറച്ചുകൂടെ ഡീറ്റെയിൽ ചെയ്ത് വൃത്തിയാക്കി. 17-ാം നൂറ്റാണ്ടിൽ സഭ ഒരു കാര്യം അംഗീകരിച്ചു, റൈറ്റ് ഓഫ് വീറ്റോ ഓർ എക്സ്ക്ലൂഷൻ. യൂറോപ്പിലെ കത്തോലിക്ക രാജാക്കന്മാർക്ക് മാർപ്പാപ്പമാരുടെ തെരഞ്ഞെടുപ്പിൽ ഒരു വീറ്റോ പവർ അംഗീകരിച്ചു. ആ സാഹചര്യത്തിൽ, അതായത് രാജ്യങ്ങൾ തീരുമാനിക്കുന്ന ചില കർദിനാൾമാർ പേപ്പൽ കാൻഡിഡേറ്റ്സിനെ കുറിച്ചൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ പറയുന്ന ഒരു രീതി വന്നു. ഈ അർത്ഥത്തിൽ ഈ രീതിയിൽ പലപ്പോഴും ഈ റോയൽ റൈറ്റ് തെരഞ്ഞെടുപ്പിനൊരു തടസ്സമായി നിലനിന്നിട്ടുണ്ട്. 1721, 1730, 1758, 1830 കാലഘട്ടങ്ങളിലൊക്കെ ഈ ഒരു രീതി തെരഞ്ഞെടുപ്പിൽ ഒരു തടസ്സമായി നിലനിന്നിരുന്നു. 1903 വരെ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രസം. അതായത് ഓസ്ട്രിയ കർദിനാൾ മരിയാനോ റംബോളയുടെ തെരഞ്ഞെടുപ്പ്, മാർപ്പാപ്പയാകാനുള്ള ആ തെരഞ്ഞെടുപ്പ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. ആ സാധ്യത അവർ വീറ്റോ ചെയ്ത് കളഞ്ഞു. സത്യത്തിൽ അന്ന് കർദിനാൾ മരിയാനോ റംബോളയുടെ സാധ്യത തട്ടിക്കളഞ്ഞപ്പോൾ കോൺക്ലേവ് ചൂസ് ചെയ്തത് കർദിനാൾ സാർട്ടോയാണ്. അദ്ദേഹമാണ് പിന്നീട് പയസ് 10-ാമനായി വന്നത്. അദ്ദേഹം ചെയ്തൊരു വലിയൊരു കാര്യം, ഈ റോയൽ റൈറ്റ് ആളുകളെ ഒഴിവാക്കാനുള്ള അവകാശം അദ്ദേഹം തന്നെ നിർത്തലാക്കി. അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ദൗത്യം പേറി വന്ന കർദിനാൾ എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം സഭയ്ക്ക് പുറത്താക്കുന്നതിൻ്റെ പരിധിയിൽ പെടുമെന്ന്. അങ്ങനെ കോൺക്ലേവിൻ്റെ രീതികൾ മുഴുവൻ വൃത്തിക്ക് പരിപൂർണമാക്കിയെടുക്കുന്നത് 1904 ഡിസംബർ 25 പയസ് 10-ാമനാണ്. വേണമെങ്കിൽ ആധുനിക കോൺക്ലേവിൻ്റെ പിതാവെന്നും അദ്ദേഹത്തെ വിളിക്കാം. ഇനി പയസ് 12-ാമൻ 1939 മുതൽ 1958 വരെയുള്ള കാലഘട്ടത്തിൽ സഭയെ നയിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം 1945 ഡിസംബർ 8 ഒരു പ്രത്യേക കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ വളരെ പ്രധാനപ്പെട്ട ചില മോഡിഫിക്കേഷൻസ് വരുത്തി. മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ 3/2 ഭൂരിപക്ഷം മാത്രം പോരാ, +1, അതായത് 3/2 ഒരാളുടെ കൂടെ ഒരു സപ്പോർട്ട് വേണം എന്നാക്കി. അതുപോലെ പോൾ 6-ാമൻ വളരെ പ്രസിദ്ധനായ മാർപ്പാപ്പയാണ്. 1963 മുതൽ 78 വരെ കാലഘട്ടങ്ങളിൽ സഭയെ നയിച്ച വ്യക്തിയാണ്. അദ്ദേഹമാണ് തീരുമാനിച്ചത് 80 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമേ വോട്ടവകാശം ഉണ്ടാവുകയുള്ളൂ എന്ന പരിഷ്കരണം. ആലഞ്ചേരി പിതാവിന് ഈസ്റ്ററിൻ്റെ തലേന്ന് ശനിയാഴ്ചയാണ് 80 വയസ്സായത്. മാർപ്പാപ്പ കാലം ചെയ്യുന്നതിന് 2 ദിവസങ്ങൾക്ക് മുമ്പേ ആലഞ്ചേരി പിതാവിന് 80 വയസ്സ് പൂർത്തിയായി എന്നതിനാൽ അദ്ദേഹത്തിന് വോട്ടവകാശം നഷ്ടമായി. അതുപോലെ തന്നെ ഈ മാർപ്പാപ്പ പോൾ 6-ാമൻ മാർപ്പാപ്പ വോട്ടവകാശമുള്ള കർദിനാൾമാരുടെ എണ്ണം 120 ഫിക്സ് ചെയ്തു. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 1978 മുതൽ 2005 വരെ ഉള്ള കാലഘട്ടത്തിൽ ഭരിച്ച കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന മാർപ്പാപ്പ അദ്ദേഹം കൂട്ടിച്ചേർത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. 30 തവണ ബാലറ്റിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തിയതിന് ശേഷവും ആർക്കും 3/2 ഭൂരിപക്ഷത്തിൽ എത്താൻ സാധിച്ചില്ല എങ്കിൽ, അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായാൽ കർദിനാൾമാരുടെ വിവേചന അധികാരം ഉപയോഗിച്ച് കേവല ഭൂരിപക്ഷമുള്ള ആളെ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കാം എന്നാക്കി. എന്നാൽ ബെനഡിക്ട് 16-ാമൻ പാപ്പ വീണ്ടും അത് 3/2 ഭൂരിപക്ഷം മെജോറിറ്റി വേണം എന്നാക്കി. ഇങ്ങനെ ഒട്ടേറെ തിരുത്തലുകളിലൂടെയും പരിഷ്കരണങ്ങളിലൂടെയും ഒക്കെയാണ് കോൺക്ലേവ് ഇന്ന് കാണുന്ന കോൺക്ലേവിലേക്ക് എത്തിയത്. തീർച്ചയായും മനുഷ്യന്റെ കുറവുകൾ എല്ലാ കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം അതിനെ മറികടക്കാൻ, അതിജീവിക്കാൻ ദൈവിക കരുണയിൽ പുതിയ പാത തുറക്കുന്നത് നമ്മൾ കണ്ടു.
ഓരോ കാലഘട്ടത്തിലും അതിനായി ദൈവം വ്യത്യസ്തരായ ഓരോ മനുഷ്യരെ നിയോഗിച്ചു. കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയുടെ നിയോഗവും ഏറെ വ്യത്യസ്തമായിരുന്നു. ഇനി വരാനിരിക്കുന്ന കോൺക്ലേവിനെയും അതിൽ ഉൾപ്പെടുന്ന കർദിനാൾമാരെയും സഭ മുഴുവനെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.